ഹലോ ഫ്രണ്ട്സ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നല്ല മണമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് കൂട്ടുകാർക്ക് അറിയണ്ടേ. അതിനായിട്ട് നമുക്ക് അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചിക്കനൊക്കെ ദാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ലെഗ് പീസും കുറച്ച് ബോൺലെസ് പീസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ക്രിസ്പി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് അരച്ച് ചേർക്കണമെങ്കിൽ അരച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്താൽ മതി. ഇത് നോർമൽ നമ്മൾ മുളക് വറുത്ത് പൊടിച്ചതാണ്. ഇനി ആവശ്യത്തിനുള്ള ഒരു ചിക്കൻ എത്രയുണ്ടോ ആ ഒരു ചിക്കൻ അനുസരിച്ചുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനീഗറാണ്. നമ്മൾ കുറച്ച് വിനീഗർ, 1 സ്പൂൺ വിനീഗർ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനീഗർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാരങ്ങൻ്റെ നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദമാവ്, എണ്ണയിലൊക്കെ ഒരു ഒട്ടലൊന്നും വരാതിരിക്കാനായിട്ട് കുറച്ച് മൈദമാവും കോൺഫ്ലവറും നമ്മൾ രണ്ടും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഇവിടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ മിക്സിയിലൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇതാ മിക്സിയിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചിരിക്കുന്നത്. ഒരുപാട് വെള്ളം പോലെയോ അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ലാത്തൊരു ടൈപ്പിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ എടുത്തു വെച്ച് ചിക്കനിലോട്ട് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് കൈകൊണ്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിലൊക്കെ നന്നായിട്ട് പറ്റുന്ന രീതിയിൽ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. അതിനായിട്ട് ഒരു 1 അവർ നമ്മളിതിനെ ഒരു ഫ്രീസറിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ക്രിസ്പി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നു. 1 അവർ വെച്ചതിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ പീസൊക്കെ ഓരോന്നായിട്ട് ഇതിലെടുത്ത് ഇടാം. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈ. നമ്മൾ നോർമൽ കഴിക്കുന്ന പോലെയല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിലും ഒക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് ചിക്കൻ പീസ് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫുൾ ചിക്കനും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള പീസസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. അതിനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം.
അപ്പോൾ ഇതാ വൺ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയപ്പോൾ നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്ത സൈഡ് കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. കാണാൻ തന്നെ നല്ല രസമില്ല. ഇതേപോലെ തന്നെയാണ് കേട്ടോ, നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് കഴിക്കാനും അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, നന്നായി ഫ്രൈ ആയി വരട്ടെ. നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്പെഷ്യൽ ക്രിസ്പി ചിക്കൻ ഫ്രൈ ഇതാ നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല മണമാണ് കേട്ടോ അതിന്. അപ്പോൾ നല്ല രസമില്ലേ ഗൈസ് കാണാനായിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.